അപ്പോൾ ഈ താക്കോലുണ്ടോ, ഈ താക്കോല് ഒരു 15 ദിവസം മുമ്പ് എൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഈ നിൽക്കുന്നവർ കൊണ്ടുവന്ന് എത്തിച്ചാട്ടോ. പിന്നെ കാണാത്ത കുറെ പേരൊക്കെ കുറെ നമ്മുടെ ഞൗണികളൊക്കെ എന്നിട്ട് ഇതൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ വന്നിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് TV ക്യാബിൻ, അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ്, സൗണ്ട് വർക്ക്, കുറച്ച് ലൈറ്റ് വർക്കുകൾ. കാരണം ഒരു യാത്രക്കാർക്ക് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ 26 സീറ്റ് ട്രാവലറിൽ നമ്മൾ എല്ലാം തീർത്തിട്ടിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ട കാക്കീസ് എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ആളാട്ടോ കാക്കി എന്ന് പറയുന്നത്. ഈ പുള്ളിക്കാരാണ് കാക്കീസ് എന്ന് വിളിക്കുന്നത്. കാരണം അനസ് എന്നാണ് ശരിക്കും പേര്. കാരണം ഈ ചേട്ടനിയന്മാരെല്ലാവരും കാക്കീസ് എന്ന് വിളിച്ച് പുള്ളിക്കാരൻ കാക്കീസായി മാറി അല്ലേ, ശരിയല്ലേ? അപ്പോൾ അതാണ് അത് കാക്കീസാണ്. കാരണം സ്നേഹം കൊണ്ട് വിളിക്കണം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരാണ് ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അതേപോലെ ബാക്കിലാണെങ്കിൽ നമ്മുടെ KM's ഹോളിഡേയ്സ്, KM's ട്രാവൽസ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം ഇതിൽ KM's ട്രാവൽസ് എന്നാണ് ശരിക്കും ഈ വണ്ടിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കാക്കീസിന് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ അത്യാവശ്യം എല്ലാവിധ വർക്കുകളും തീർത്ത് റെഡിയാക്കി നമ്മൾ ഇന്നിപ്പോൾ ഇവർക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടത് നമ്മുടെ പുലിക്കുട്ടികളാണ് വന്നത്. ഭാവിയില ഉഷാറ ആൾക്കാരാണ്. നമ്മുടെ സുബേർക്കാടെ പിള്ളേരൊക്കെ ഉണ്ട്. സുബേർക്കാടെ മൂത്ത മോനല്ലേ അല്ലേ? പേരെന്താ? ഇഫ്രാസ്. ഇത് സുബേർക്കാടെ മൂത്ത മോനാണ്. വേറെ ആളുണ്ടല്ലോ, നമ്മുടെ പേര് പറ, പേരെന്താ? മുഹമ്മദ് അഫ്രാസ് അല്ലേ? ഇതുണ്ടാ, ഇത് നമ്മുടെ മുഹമ്മദ് അഫ്രാസ് ആണ്. ഇതുണ്ടോ, ഇത് നമ്മുടെ സുബേർക്കാടെ മകനാണ്. അപ്പൊ ഇവരെല്ലാവരും കുറെ പേരുണ്ട്, എല്ലാവരും ഉണ്ട്, ചേട്ടന്മാരുടെ മക്കള് എല്ലാവരും ഉണ്ട്. പേരെന്താ? ഇത്തിരി ഒച്ചപ്പറാന്ന്, ഇത്തിരി ഒച്ചപ്പറ. ആസില. നമ്മുടെ പേരാ അഫ്ല്. ഇവർ രണ്ടുപേരും നമ്മുടെ ഷിയാസ്കാരുടെ പിള്ളേരല്ലേ? ഇയാളുണ്ടല്ലേ? ഇയാളുടെ പേരെന്താ? അഫ്ലെ ഫാത്തിമ. ഓക്കെ. ഇയാളുടെ പേരാ? ഇത് അനസിക്കാടെ മോനല്ലേ? അനസിക്കാടെ മോൻ. ഇതോ? അൽഫിദ ഫാത്തിമ. ഇത് സ്കൂളിലൊക്കെ പോയ എല്ലാവരും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ് ഉണ്ടാവുന്നത്. 2-3 ദിവസമായിട്ട് കളക്ടർ അവധി പ്രഖ്യാപന ക്ലാസ്സുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നിപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയി വൈകിട്ട് അടിപൊളിയായിട്ട് ഇതുണ്ടോ എല്ലാവർക്കും കൊടുക്കാനായിട്ട് തന്നെ നമ്മുടെ പണിക്കാർക്കും എല്ലാവർക്കും ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ലഡുവൊക്കെ ആയിട്ടാണ് പിള്ളേർ വന്നേക്കണതല്ലോ. ഈ പ്രാവശ്യം ഇന്ന് നമ്മൾ തകർക്കും. നോക്കിയേ, ഇതുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ ലഡുവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിയുമ്പോൾ എല്ലാവർക്കും നമ്മൾ ലഡുവൊക്കെ കൊടുക്കൂട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇക്ക പേര് ഞാൻ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാണ്, അബ്ദുൽ ഖാദർ അല്ലേ? ഓക്കെ, അബ്ദുൽ ഖാദർ കുമ്മനോടാണ്. ഇക്കയുടെ പേര് അസൈനാരി. ഞാൻ പരിചയപ്പെട്ടു, അതിന് പേര് മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അതേപോലെ തന്നെ ഇക്കയുടെ പേര് ബിരാഗുനിക്ക്. അവിടെ തന്നെ അല്ലേ നമ്മുടെ വാപ്പായാണല്ലേ? വാപ്പ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മുടെ അനസ് കാക്കീസ് അല്ലേ? ഇത് നമ്മുടെ ജിനീഷാട്ടാ. ജിനീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ളതാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്ത് മാളിയമ്പടിയിൽ താമസിക്കുന്നതാണ്. കാരണം ചങ്കായിട്ട് ഇവരുടെ കൂടെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ വണ്ടി വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിക്കുക എപ്പോഴാണ് ലീവ് എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ലീവ് എടുത്തു ഇന്ന്. പക്ഷേ എങ്കിലും വൈകുന്നേരം അല്ലേ ലീവ് എടുക്കണ്ടെന്ന് തോന്നിയല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ആണല്ലേ? അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം വേറെ ഒന്നുമില്ല കേട്ടോ. ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ വളരെ ആത്മാർത്ഥത്തോടെ നിൽക്കുന്നവരാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്കൂടെ വരും വണ്ടിയുടെ വർക്ക് നോക്കാനൊക്കെ ആയിട്ട് കൂടെ ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മുടെ ജിംഷാസ് നമ്മുടെ ജിംഷാസ് PM കേട്ടോ. പുള്ളിയും നമ്മുടെ ഇക്കായാണ്. തൊട്ടടുത്ത് കടയും ഗ്യാസിൻ്റെ അല്ലേ, ഗ്യാസും അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ സാധനങ്ങളും കിച്ചൺ ഐറ്റംസുകളും എല്ലാം ഉണ്ട്. തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇവരും ചങ്കായിട്ട് കൂടെ നിൽക്കുന്നവരാണ്. ഈ ജിംഷാസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വന്ന് അന്ന് വൈകുന്നേരം വന്നു, അന്ന് രാത്രി സമയം കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അന്ന് വന്നില്ല. പിറ്റേ ദിവസം രാവിലെ വന്ന് വൈകുന്നേരം വന്ന് എല്ലാ ദിവസവും വന്ന് കയറി നോക്കിയിട്ടൊക്കെ പോകില്ല കേട്ടോ. പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടെല്ലാം ചോദിക്കും. എവിടെയൊക്കെയാണ് വർക്കൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരുപാട് ഉപദേശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. കാരണം ഓരോരോ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി വളരെ സന്തോഷം. കാരണം പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുരുന്നുകളുണ്ടോ, ഇവരെല്ലാവരും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ താക്കോൽ കൊടുക്കാൻ വേണ്ടി. ഇവർക്ക് എല്ലാവർക്കും കൂടിയാണ് നമ്മളിന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇത്രയും കുരുന്നുകൾ കൂടിയിട്ടുള്ള ഒരു താക്കോൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ താക്കോൽ കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം. ഓക്കെ, വാ എല്ലാവരും എല്ലാവരും കൈ നീട്ടി, എല്ലാവരും കൈ നീട്ടി. അപ്പോൾ അവിടെ എല്ലാവർക്കും അപ്പോൾ നമ്മളിത് വളരെ സന്തോഷമായിട്ട് എല്ലാവരുടെയിലേക്ക് നമ്മൾ താക്കോൽ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. പള്ളിക്കര, എറണാകുളം, അതിൽ എവിടെ വേണമെങ്കിലും വളരെ ന്യായമായിട്ടുള്ള രീതിയിൽ വണ്ടികൾ കൂടിത്തരും.
ഒരു കുഴപ്പമില്ല, പക്കാ വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം. ഞാൻ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത്. വണ്ടി നമ്മൾ വളരെ ഭംഗിയായിട്ട് പണിത് എല്ലാ പരിപാടിയും തീർത്ത് റെഡിയാക്കി ഇവിടെ നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ നിന്ന് വിടുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനസൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഗൾഫിൽ ഷിയാസൊക്കെ ഉണ്ട്, സുബൈറൊക്കെ ഉണ്ട്. 3 ആമക്കളാണ് അവരല്ലേ? 3 പേരല്ലേ? 3 പേരും ചേട്ടനിയന്മാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം ഷിയാസുക്കായും ഒരുപാട് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ തുടങ്ങാനായിട്ട് അവർ മുന്നോട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഷിയാസുക്ക, ടാറ്റ, സുബൈർക്ക. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് വരുമ്പോൾ കാണാം. നമസ്കാരം. സൈനുസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മുടെ KMs ഇറക്കുന്ന കാക്കീസ് അവർക്ക് വർക്കിന് കൊടുക്കുന്നത്. എന്തെന്ന് പറയണമെന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക്, അതിൻ്റെ നീറ്റ് ഒക്കെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കണ്ടറിഞ്ഞപ്പോൾ നമ്മുടെ ഒരു വാഹനം അവിടെ ഇറക്കിയപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരികയും വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ചോദിച്ച സമയത്തിന് മുൻപ് തന്നെയായിട്ട് എല്ലാ വർക്കുകളും തീർത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ കൂട്ടമായിട്ടുള്ള ആ പ്രവർത്തനം, ആ വർക്കിൽ ഉള്ള ആ പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് ഇത് നയിച്ചത്. ഏതായാലും KMs ഇറക്കുന്ന കാക്കീസ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മിതമായ നിരക്കിൽ നല്ല ഒരു സർവീസാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.